അപ്പോൾ ആകെ തൃശ്ശൂർ മാത്രമേ കളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്ത് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കലാഭവനിൽ കളിക്കുന്നുണ്ട്, അതിന് പോസ്റ്റർ കണ്ടിരുന്നു. കലാഭവനിലേക്ക് പോകാൻ നേരം കിട്ടിയില്ല. കലാഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ തിരുവനന്തപുരം കലാഭവൻ എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് ആയിട്ടുള്ള തിയേറ്ററാണ്, അവിടെ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ ബസ് സ്റ്റാൻഡ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലുള്ള ആ മാളിൽ കളിക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് തിയേറ്റർ ഞാൻ കണ്ടു. അതെല്ലാതും പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ വെറുതെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞപ്പോൾ അമ്പം വിജയം തന്നെയാണ്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓടി ഒളിച്ചോ നിങ്ങളെല്ലാവരും. എനിക്കിപ്പോൾ വീഡിയോ ഇവിടെ നിന്ന് ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത കാരണമാണ് കൂടുതലൊന്നും ഞാൻ പറയാത്തത്. ഞാൻ ട്രെയിൻ കയറി തൃശ്ശൂർക്ക് വരാൻ പോവാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. എനിക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ സൗകര്യം പെട്ടില്ല, വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നുകൊണ്ട്. ഉള്ള രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നല്ല, സോറി, എപ്പോഴും തൃശ്ശൂരിൽ നിന്ന് പറയട്ടെ, തിരുവനന്തപുരത്തു നിന്നും ഞാൻ ട്രെയിൻ കയറാൻ പോകുന്നു. എന്തായാലും 2 തിയേറ്ററിൽ ഞാൻ കണ്ടു. അതിന് മുകളിൽ തിയേറ്ററിലുണ്ടായിരിക്കും ഒരു വടക്കൻ വീരഗാഥ കേട്ടോ. നമസ്കാരം, ദാസേട്ടനാണ്. തൃശ്ശൂരിൽ നിന്നല്ല, തിരുവനന്തപുരത്താണ്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വേറെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ 2-3 തിയേറ്ററിൽ ഇപ്പോഴും ഒരു വടക്കൻ വീരഗാഥ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തൃശ്ശൂർ 27-28 ദിവസം തിരുവനന്തപുരം ലെനിൻ സിനിമാസിൽ, അതായത് തമ്പാനൂരിലുള്ള KSRTC ബസ് ടെർമിനലിൻ്റെ കോംപ്ലക്സിൽ 25 ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു വടക്കൻ വീരഗാഥ കേട്ടോ. 25 ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കലാഭവനിലുണ്ട്, ഇപ്പോൾ 2 തിയേറ്ററിലുണ്ട്. ഇവിടെ ലെനിൻ സിനിമാസിൽ 6 മണിക്കാണ് വടക്കൻ വീരഗാഥ, 6 മണിക്ക്. അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ രാഗത്തിൽ എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ മാത്രം സിനിമ കളിക്കണല്ലോ എന്ന് പറഞ്ഞു. ഇത് KSRTC ബസ് ടെർമിനലിൻ്റെ 3rd ഫ്ലോറിലുള്ള ലെനിൻ സിനിമാസിൽ കളിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് ഞാൻ പോസ്റ്റർ കണ്ടു, കലാഭവൻ, തിരുവനന്തപുരം കലാഭവനിൽ കളിക്കുന്നുണ്ട്. തിരുവനന്തപുരം ലെനിൻ സിനിമാസിൽ, അതായത് തമ്പാനൂരിലുള്ള KSRTC ബസ് ടെർമിനലിൻ്റെ കോംപ്ലക്സിൽ 25 ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു വടക്കൻ വീരഗാഥ കേട്ടോ. 25 ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കലാഭവനിലുണ്ട്, ഇപ്പോൾ 2 തിയേറ്ററിലുണ്ട്. ഇവിടെ ലെനിൻ സിനിമാസിൽ 6 മണിക്കാണ് വടക്കൻ വീരഗാഥ, 6 മണിക്ക്. അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ രാഗത്തിൽ എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ മാത്രം സിനിമ കളിക്കണല്ലോ എന്ന് പറഞ്ഞു. ഇത് KSRTC ബസ് ടെർമിനലിൻ്റെ 3rd ഫ്ലോറിലുള്ള ലെനിൻ സിനിമാസിൽ കളിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് ഞാൻ പോസ്റ്റർ കണ്ടു, കലാഭവൻ, തിരുവനന്തപുരം കലാഭവനിൽ കളിക്കുന്നുണ്ട്. തിരുവനന്തപുരമാണ് കേട്ടോ, അത് തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരത്തും കളിക്കുന്നുണ്ട് വടക്കൻ വീരഗാഥ. തൃശ്ശൂർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നേ ആര് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ. തൃശ്ശൂർ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.